ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ചെറിയ ഏവിയറിയിലെ എൻ്റെ എക്സോട്ടിക് ഫിഞ്ചസിൻ്റെ നോർമൽ ഫിഞ്ചസിൻ്റെ ഒക്കെ കളക്ഷൻസിൻ്റെ അപ്ഡേറ്റാണ്. നമ്മുടെ ഫിഞ്ചസ് കുഞ്ഞുങ്ങൾ ഇതിനകത്തിൽ എന്തുവാ ചെയ്തതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ എക്സൈറ്റിംഗ് ബ്രീഡിംഗ് ന്യൂസുകളൊക്കെ ഉണ്ടോയെന്നൊക്കെ നമുക്കറിയണ്ടായോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഞാൻ ആശ. ഈ ചാനലിൽ നിങ്ങൾക്ക് എൻ്റെ പെറ്റ്സ്, പ്ലാന്റ്സ്, പിന്നെ നമ്മളുടെ ഏവിയറി അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇവിടുത്തെ ഞങ്ങളുടെ ചെറിയ വീട്ടിലെ ചെറിയ സന്തോഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ എൻ്റെ ഏവിയറി ഒന്ന് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം. ചെറിയ സ്പേസിൽ ഞാൻ ചെറിയ സംഭവം കേജുകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ്. അല്ലാതെ വലിയ പ്രൊഫഷണലി ചെയ്തേക്കുന്ന ഏവിയറി ഒന്നുമല്ല എൻ്റെ. ഏതായാലും നിങ്ങളെ ഒന്ന് ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിക്കാം ആദ്യം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫിഞ്ചസിൻ്റെ കളക്ഷൻസും അവരുടെ അപ്ഡേറ്റ്സും അവരുടെ എന്തുവാണ്, എനിക്കൊരു കോളനി കേജ് ഉണ്ട് ഫിഞ്ചസിൻ്റെ, അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എൻ്റെ എല്ലാ മോർണിംഗും ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ആദ്യം തന്നെ ബേർഡ്സിൻ്റെ കേജിലാണ് ഫുഡ് കൊടുക്കാനും ഒക്കെ വരുന്നത്. സമ്മർ റീസെറ്റ് എല്ലാം കഴിഞ്ഞ് ബഡ്ജീസിനെയൊക്കെ ഞാൻ ഫ്രീ ഫ്ലൈറ്റിന് വിട്ടേക്കുവാണ്. നിങ്ങൾക്ക് കാണാം, അവരെൻ്റെ ഫുള്ള് കേജിൽ കൂടെ പറന്ന് നടക്കുവാണ്. ആരെയും ഞാനിപ്പോൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ടില്ല. ഉച്ച സമയമാണ്. ഞാൻ ഈ സമയത്താണ് ഇവിടെ വെള്ളം ഒഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇവരെ സൈഡിലാണ് സൺറൂഫ് ഉള്ളത്. അത് കാരണം അവിടെ അധികം ആൾക്കാരിരിക്കാതെ ചൂടായതുകൊണ്ട് അവർ ഇപ്പുറത്തെ സൈഡിൽ എല്ലാവരും കൂടെ ഇരിക്കുവാണ്. നമ്മുടെ ബജീസിനെ ഞാൻ തുറന്നിട്ടേക്കുവാണല്ലോ. ഈ ഫിഞ്ചസ് സൈസിൽ ഏറ്റവും ചെറിയ സൈസിലുള്ള ബേർഡ്സ് ആണെങ്കിൽ പോലും എന്തോരം സൗണ്ടാണെന്നറിയാമോ, എന്ത് രസമാണെന്നറിയാമോ ഇവരുടെ സൗണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഫിഞ്ചസിൻ്റെ കളക്ഷൻസൊക്കെ ഞാൻ ആദ്യം നമുക്ക് കാണാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഫിഞ്ചസിനെ ഈയിടെ വാങ്ങിച്ചായിരുന്നു. അപ്പം അത് നമ്മൾ വാങ്ങിക്കുന്നത് ഒന്നുകൂടെ പോയി കണ്ടിട്ട് വരികയും ചെയ്യാം, ഞാൻ എവിടെ പോയാൽ അതൊക്കെ കളക്ട് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫിഞ്ചസ് ഉണ്ട്. ലോങ് ടെയിൽ ഫിഞ്ചസ്, നമ്മുടെ കട്ട് ത്രോട്ട്, ഗോൾഡിയൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ബംഗാൾ ഫിഞ്ചസിനെ വാങ്ങിച്ചിട്ടുണ്ട് ഫോസ്റ്ററിങ് ചെയ്യാനായിട്ടാണ്. പിന്നെ എൻ്റെ നമ്മളുടെ കോളനി കേജിനകത്തിൽ പലതരത്തിലുള്ള ഫിഞ്ചസ് ഉണ്ട്. ജാവ ഫിഞ്ച്, വൈറ്റ്, ഗ്രേ, ഫോണ്, പിന്നെ നമ്മളുടെ ജംബോ ഫിഞ്ചസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസുള്ള ഫിഞ്ചസിൻ്റെ ഒരു കോളനിയുണ്ട്. പിന്നെ ഇത് രാവിലെ വെളുപ്പിന് എണീറ്റ് പോകണമായിരുന്നു. ബസ്സിലാണ് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്ത് കന്യാകുമാരിയിൽ നാഗർകോയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഒരു യൂട്യൂബ് പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ആ പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ ഈ ബേർഡ്സിനെ ഏത് ബേർഡ്സിനെ വാങ്ങിച്ചുകൊണ്ട് വന്നാലും ഞാൻ കൊണ്ടുവന്ന് ഏവിയറിയിൽ കൊണ്ടിടാറില്ല. 1 മന്തോളം ഞാൻ താഴെ റൂമിൽ വെച്ച് അവർക്ക് വാച്ച് ചെയ്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഏവിയറിയിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഫിഞ്ചസിന് വേണ്ടി ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള സീഡ് മിക്സാണ് അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നത്. പിന്നെ ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഇവരുടെ സീഡ് മിക്സിനകത്തിൽ ഞാൻ വൈറ്റമിൻ ഇയുടെ ഇവോണിൻ്റെ ടാബ്ലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ചെറുതായിട്ട് ഈ സീഡ് ഒന്ന് ചൂടാക്കണം, ഒത്തിരി അങ്ങ് ചൂടാവണ്ട. അതിനകത്തോട്ട് ഇവോണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ വീക്ക്ലി വൺസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എഗ് ഫുഡ് അത് ഞാൻ 3 ടൈംസ് വീക്കാണ് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യമേ ഇത് ബ്രാൻഡിൻ്റെ ഇത് കൊടുക്കുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ ബോയിൽഡ് എഗ്ഗിൻ്റെ മിക്സാണ് കൊടുക്കുന്നത്. ബ്രീഡിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നന്നായിട്ട് ഇവർക്ക് എല്ലാ ടൈപ്പിലുള്ള ഫുഡും വെജിറ്റബിൾസും ഒക്കെ മിക്സ് കൊടുത്ത് അവരെ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ബ്രീഡിംഗ് റിസൾട്ടൊക്കെ കിട്ടുന്നത്. ഞാൻ ഫിഞ്ചസിനെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയെന്നതേ ഉള്ളൂ. എനിക്ക് കൂടുതലായിട്ട് ഈ ഫിഞ്ചസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. കാരണം ഞാനിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ത്രൂ ഞാൻ ഷെയർ ചെയ്യാം പിന്നീട്. ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ നമുക്കിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വർക്കായോ ഇല്ലയെന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവരുടെ ബ്രീഡിംഗ് അപ്ഡേറ്റ് നോക്കാം. ഈ ലോങ് ടെയിൽ ഫിഞ്ചിൻ്റെ കേജാണ്. ഒരു മുട്ടയുണ്ട്. നമുക്ക് നോക്കാം. ഇനിയും പ്രോഗ്രസ് ഞാൻ അധികം ഡിസ്റ്റർബ് ഒന്നും ചെയ്യാണ്ട്
ആ കേജ് തുറന്ന് നോക്കിക്കഴിഞ്ഞ് എനിക്കൊരബദ്ധം പറ്റി. ഇതിന് ഔൾ ഫിഞ്ചിനും ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. പക്ഷേ അറിയത്തില്ല ഇതൊക്കെ വിരിയുമോ എന്ന്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ കേജിൽ ഫിഞ്ചസ് മുട്ടയിടുന്നത്. ഞാൻ ഇതുവരെ ഇതൊന്നും വെക്കാണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടിരിക്കുമായിരുന്നു. പക്ഷേ നെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ കൊണ്ടുപോയി വെച്ച് കേജൊക്കെ വെക്കുന്ന ഞാൻ ഷോർട്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കുഴപ്പമില്ല അല്ലേ, പറയാൻ പറ്റത്തില്ല ഇതൊക്കെ വിരിയുമോ എന്ന്. നമുക്കത് പുറകെ നോക്കാം. ഇതാണ് എൻ്റെ കോളനി കേജ്. ഇതിനകത്തിലാണ് ഞാൻ ഇങ്ങനെ പലതരത്തിലുള്ള ഫിഞ്ചസിനെ ഇട്ടേക്കുന്നത്. ഇതൊക്കെ പല സമയത്തായിട്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള ബേർഡ്സാണ്. ഈ കേജ് ഞാൻ പണിതപ്പം ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടൊരു കേജ് ഉണ്ടാക്കി ഇതുവരെ എല്ലാവരെയും കൂടെ ഞാൻ തുറന്നങ്ങ് വിട്ടു എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്തോട്ട്. അപ്പം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ചെറിയ സൗണ്ടാണ്, എന്ത് രസം എന്നറിയാമോ ഇതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. പക്ഷേ നമുക്കത് തന്നെയായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. മറ്റുള്ള കിളികളുടെ എല്ലാം ഒച്ച ഉള്ളതുകൊണ്ട് നമുക്കത് സ്പെസിഫിക്കായിട്ട് എനിക്ക് ഈ വീഡിയോ എടുത്തിടാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നല്ല രസമാണ് ഇവരുടെ വോയിസ് കേൾക്കാനായിട്ട്. ഈ കോളനിക്കകത്ത് ഞാൻ നെസ്റ്റിംഗ് ബോക്സുകളൊക്കെ വെച്ചിട്ട് ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഇതിനകത്തിൽ സത്യം പറഞ്ഞാൽ എന്തോ സംഭവിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കിന്ന് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചേ നോക്കാറുള്ളൂ. കാരണം ഇവർ ഭയങ്കരമായിട്ട് അതൊക്കെ ഫുള്ള് നശിപ്പിച്ച് കളയും. എന്തെടുക്കുവാ നീ? നമുക്ക് ഇന്ന് ഇതിൻ്റെ നെസ്റ്റിംഗ് ബോക്സുകളെല്ലാം നെസ്റ്റിംഗ് മെറ്റീരിയലും ബോക്സുകളൊക്കെ നമുക്കെല്ലാം ഇന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഉണ്ടോ, പ്രോഗ്രസ് ഉണ്ടോ എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ താഴേന്ന് തന്നെ തുടങ്ങാം. പക്ഷേ ഒന്നുമില്ല, ഇതിനകത്തിലൊന്നുമില്ല. നെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പണി. ഇനിയും മുകളിലോട്ട് പോകാൻ പതുക്കെ. ഇതിനകത്തിൽ മുട്ടയിട്ട് കൂട്ടിയേക്കുവാണ്. പക്ഷേ ഇതൊക്കെ ഫെർട്ടൈലാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. ഈ എഗ്ഗ് മൊത്തം ഒന്ന് ചെക്ക് ചെയ്യട്ടെ ആദ്യം ലൈറ്റ് അടിച്ച്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത്രയും മുട്ട ഫിഞ്ചസ് ഇടുമോ. അപ്പോൾ ആദ്യം അതൊന്ന് ചെക്ക് ചെയ്യട്ടെ. കാരണം ഇത് ഫെർട്ടൈലാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഒത്തിരി മുട്ടയുണ്ട്. അപ്പോൾ ഞാൻ പോട്ടൊക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഒന്നും ഫെർട്ടൈലല്ല ഒരു മുട്ടയും. അപ്പം അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ വെക്കാം. ഇനി ഇതിനകത്തൂടെ നോക്കട്ടെ. മറ്റേ 2 ബോക്സുകൾക്കകത്തായിട്ട് ഞാൻ മുട്ട എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എല്ലാം ഇൻഫെർട്ടൈലായിരുന്നു. ഇതിനകത്തിലും ഉണ്ട്, കുറേ മുട്ടയുണ്ട്. ഇത്രയും മുട്ടയുണ്ടായിരുന്നു, ഒറ്റ ഒരെണ്ണം പോലും ഫെർട്ടൈലല്ല. ഇതൊക്കെ അങ്ങനെയാണ്. ചില സമയത്ത് സക്സസ്ഫുൾ ബ്രീഡിങ് ഉണ്ടാകും, ചില സമയത്ത് ഇതുപോലത്തെ ഫ്ലോപ്പ് ബ്രീഡിങ്ങും ഉണ്ടാകാറുണ്ട്. ഞാൻ ഫിഞ്ചസിനെ കോളനിയിൽ ഇട്ടിരിക്കുന്നത് വെറുതെ കാണാനൊരു ഭംഗി കിട്ടുന്നുള്ളതേ ഉള്ളൂ. എന്നാലും ബ്രീഡാകുകയാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ ഇനി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ വെച്ച് ഒന്നും കൂടെ വെച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ഏവിയറി ലൈഫ്. ചിലപ്പം സക്സസ്ഫുൾ ആയിരിക്കും, ചിലപ്പം നമുക്ക് പ്രതീക്ഷിച്ച പോലുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. ഏതായാലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാം പാർട്ട് ഓഫ് ദ ലൈഫല്ലേ. എനിവേ ഇതാണ് നമ്മുടെ ബംഗാൾ ഫിഞ്ചസിൻ്റെ കേജ്. അതിനകത്ത് ഞാൻ ജസ്റ്റ് പോട്ടൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇനിയും അഥവാ ഇവർക്ക് മുട്ടയിട്ടിട്ട് എനിക്ക് സക്സീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അവരുടെ മുട്ടയെടുത്ത് ഞാൻ മോസ്റ്റ്ലി ഇവരുടെ പോട്ടുകളിലൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടുമല്ലോ. ഇവരുടെ ഫിഞ്ചസിൻ്റെ ഈ കോളനിക്കകത്ത് ഞാൻ കുറേ കൂടെ പോട്ട്സൊക്കെ ആഡ് ചെയ്തു. നെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനിയും ഇവർക്ക് സ്വന്തമായിട്ട് നെസ്റ്റിംഗ് മെറ്റീരിയൽ എടുത്തുകൊണ്ട് പോയി കൂട് വെച്ച് മുട്ടയിടുന്നതാണല്ലോ അവർക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് അവരുടെ കേജിനകത്തും ഇട്ടിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയ പോലൊക്കെ എടുത്തുകൊണ്ട് പോയി കൂടൊക്കെ കൂട്ടി മുട്ടയിടാമല്ലോ. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഷോർട്സിലൂടെയൊക്കെ അറിയിക്കാം. അപ്പം നിങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ എന്താണ് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളത്. നിങ്ങൾക്കിനിയും ഫിഞ്ചസിനെയൊക്കെ വളർത്തി പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക കമൻറ്റിലൂടെ. ഞാനതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ
ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ഈ ബേർഡ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എൻ്റെ ഏവറിക്കകത്തും എൻ്റെ പെറ്റ്സിൻ്റെ കൂടെ ഗാർഡനിലും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയം പോകുന്നത് അറിയത്തതേയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ അപ്ഡേറ്റുമായിട്ട് ഉടനെ കാണാം. മേ ബി നമുക്ക് ചിലപ്പോൾ കുറച്ച് ഫിഞ്ചസ് കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റിയെങ്കിലോ അല്ലേ? അപ്പോൾ ബൈ ബൈ.